Hi all, in this video I am giving you a short summary of the poem I Am Not That Woman, written by Kishwar Naheed. This is the 7th chapter from the second module. Talking about the poet Kishwar Naheed, she is an Urdu poet. She was born in India and later she moved on to Pakistan after partition, and she is known or the best known feminist poets of Pakistan and Indian subcontinent as well. And she had to fight to get an education, as in those days women are not allowed to get any education, and she had received her master's degree MA from Punjab University Lahore, and her poetry, many of her poetry was translated into English and Spanish, and her thoughts, her love for children, and her concern for women, all these were reflected in many of her works. And she has written many books for children. One of the famous poem written by Kishwar Naheed is We Sinful Women. Other well-known works, actually I have already mentioned she is an Urdu poet, so her many of the works or the titles of the works are in Urdu, like Darwaze, Galia, Doop, Nazimen, Bena Musafat, etc. Talking about the poem I Am Not That Woman, it deals with the treatment of women in traditional normal societies. സ്ത്രീകളെ എങ്ങനെ സാധാരണ ട്രഡീഷണലായിട്ട് ചിന്തിക്കുന്ന സമൂഹം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ഒരു പോമിൻ്റെ അല്ലെങ്കിൽ ഈ കവിതയുടെ മെയിൻ തീം. Actually, the poet examines the different practices of oppression that women face in various cultures. ഈ ഒരു കവിതയിലൂടെ സ്ത്രീകൾ നേരിടുന്ന പലതരം അടിച്ചമർത്തലുകൾ ഓരോരോ കൾച്ചറിലും വളരെ വ്യത്യസ്ത രീതിയിലുള്ള സമ്പ്രദായങ്ങളിലൂടെ സ്ത്രീകളെ അടിച്ചമർത്തുന്നു. അതാണ് ഈ ഒരു കവിതയിലൂടെ പരിശോധിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു ചരക്ക് മാത്രമല്ല, വിറ്റ് കളയാനോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കാനോ ഉള്ളതല്ല സ്ത്രീകൾക്ക് ഇതിന് പുറമെ ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന ഒരു കവിതയാണ്. ദിസ് ഈസ് എ ഫെമിനിസ്റ്റ് പോം ആൻഡ് ഇറ്റ് ബ്രിങ്സ് ലൈറ്റ് ഓർ ഇറ്റ് എക്സ്പോസസ് ദ സോ കോൾഡ് കൾച്ചറൽ പ്രാക്ടീസസ്. കൾച്ചറിൻ്റെ പേരിലും ട്രഡീഷൻ്റെ പേരിലും സ്ത്രീകളെ അടിച്ചമർത്തുന്നു. ഈ ഒരു പ്രവണത തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ഐ ആം നോട്ട് ദാറ്റ് വുമൺ. ദിസ് പോം ഗിവ്സ് us inspiration because it reminds the world what the reasons why women deserve more respect and equality. സ്ത്രീകൾ എന്തുകൊണ്ട് കൂടുതൽ ബഹുമാനവും സമത്വവും അർഹിക്കുന്നു എന്ന റീസൺസ് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കവിതയാണ്. The poet uses the refrain I am not that woman throughout the poem in order to reinforce her identity. To make her identity even more stronger, she uses this refrain. She is repeating these lines, I am not that woman, throughout the poem. The poet is also mocks at the conception of women in the patriarchal society. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ധാരണയെ കളിയാക്കി പറയുന്നുണ്ട്. In the first stanza, the poet says that she is not that woman selling you socks and shoes. That woman refers to a model who is promoting products and she is selling socks and shoes. ഇവിടെ സ്ത്രീകളെ ഓബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റിലൂടെ സ്ത്രീകളെ മാത്രം സ്ത്രീകളുടെ ബോഡി യൂസ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ്സ് അവർ സെയിൽ ചെയ്യുന്നു. ആ ഒരു സ്ത്രീയല്ല ഞാൻ, ഐ ആം ഡിഫറെൻറ്റ്. സോ ദാറ്റ് എന്ന വാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഡ്രോസ് എ ലൈൻ ബിറ്റ്വീൻ ദ പോയറ്റ് ആൻഡ് ദി മോഡൽ, ആൻഡ് ഹിയർ ഷീ റിഫേഴ്സ് ടു ദ വിമൻ ഓബ്ജക്റ്റിഫിക്കേഷൻ. സ്ത്രീകളെ വസ്തുവായിട്ട് കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു.
The poem is addressing you. This you refers to the conservative patriarchal society which is based upon the deep-rooted stereotypes and prejudices against women. സ്ത്രീകൾക്കെതിരെയുള്ള പല രീതിയിലുള്ള മുൻധാരണകൾ, സ്റ്റീരിയോടൈപ്സ്, അതൊക്കെ ആഴ്ന്നിറങ്ങിയ പുരുഷാധിപത്യ സമൂഹത്തെയാണ് ഇവിടെ യു എന്ന് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മാത്രം പരിമിതിപ്പെടുത്തുന്ന ചില കൾച്ചറൽ പ്രാക്ടീസസിനെയാണ് ഇവിടെ വാൾസ് ഓഫ് സ്റ്റോൺസിലൂടെ അർത്ഥമാക്കുന്നത്. ഈ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ 2 തരത്തിൽ കാണുന്നുണ്ട്. ഒന്ന് അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സ്ത്രീകൾ. അഡ്വർടൈസ്മെൻറ്റിലെ സ്ത്രീകളെ കണ്ട് ഇവർ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്, അവരെല്ലാ ഫ്രീഡവും അനുഭവിക്കുന്നുണ്ട്. ആ ടൈമിൽ അവർ വീട്ടിൻ്റെ ഉള്ളിലെ സ്ത്രീകളെ എന്താണ് കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്ത്രീകളെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്കറിയുന്നില്ല ഈ സ്ത്രീകളുടെ വോയിസ് ഒരിക്കലും എന്താണ് ഈ ഒരു സ്റ്റോൺസ് എന്താണ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയില്ല. their voice will be heard. അവരുടെ വോയിസ് എന്നാലും പുറത്ത് കേൾക്കുക തന്നെ ചെയ്യും. Then the poet moves on to the second stanza. Woman is crushed by the weight of custom and traditions, and these customs and traditions crumbled her skills, hopes, talents. ഈ കസ്റ്റംസ്, ട്രഡീഷൻസ് ആരാണ് ഉണ്ടാക്കുന്നത്? പുരുഷന്മാരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളെ അടിച്ചമർത്താൻ. അപ്പോൾ ഈ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അവരെ മേത്തങ്ങിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഭാരം ചുമക്കാൻ കഴിയാതെ സ്ത്രീകളാകെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തളർച്ചയിൽ അവരുടെ പ്രതീക്ഷകളും കഴിവുകളൊക്കെ നഷ്ടപ്പെടുന്നു. പക്ഷേ എന്താണ്, പുരുഷന്മാർ അറിയുന്നില്ല എത്ര ഇരുട്ടിൽ, നമ്മളെ ഇരുട്ടിൽ ഒരിക്കലും നമുക്ക് വെളിച്ചത്തെ ഒളിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഈ ഇരുട്ടിലൂടെ വെളിച്ചം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ആൻഡ് ഷീ ഓൾസോ റിമൈൻസ്, പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ്, ദേ ടുക്ക് ഓൾ ദ ഗുഡ് ഫ്രം ഹർ വൈൽ ഗിവിങ് ഹർ നെഗറ്റീവ് തിങ്സ്. കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് എല്ലാ പൂക്കളും എല്ലാ നല്ല കാര്യങ്ങളും പറിച്ചു കൊണ്ടുവന്നു. തിരിച്ച് അവർക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രം, മുള്ളുകൾ മാത്രമാണ്. പക്ഷെ അവരറിയുന്നില്ല. ദേ ഡോണ്ട് നോ ദ ഫ്രേഗ്രൻസ് ഓഫ് വിമൻ കാൺട്ട് ബി ടൈഡ് ബൈ ചെയിൻസ്. സ്ത്രീകളുടെ സുഗന്ധം ഒരിക്കലും ഈ ചെയിൻസ് കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ സാധിക്കില്ല. എന്താണ് ഈ ചെയിൻസ് യൂസ് ചെയ്തവരെ എന്താണ് അവരുടെ ഫ്രേഗ്രൻസ് എന്താണ് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്ന് അവരറിയുന്നില്ല. ഈ ഒരു കവിതയിൽ ഒരുപാട് വാർണിങ്സ് പുരുഷന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ വരികളൊന്നും കൂടി നമുക്ക് നോക്കാം. ദാറ്റ് മൈ വോയിസ് കനോട്ട് ബി സ്മോതേർഡ് ബൈ സ്റ്റോൺസ് എന്നാണ്. കല്ലുകൾ കൊണ്ട് എൻ്റെ വോയിസിനെ ശ്വാസം മുട്ടിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദാറ്റ് ചെയിൻസ് കനോട്ട് സ്മോതർ മൈ ഫ്രേഗ്രൻസ്. ചെയിൻസ് കൊണ്ട് എന്ത് സാധിക്കില്ല? ശ്വാസം മുട്ടിച്ച് സ്ട്രാങ്കിൾ ചെയ്യാൻ സാധിക്കില്ല അവരുടെ സുഗന്ധത്തെ. അതുപോലെ തന്നെ ലൈറ്റ് കനോട്ട് ബി ഹിഡൻ ഇൻ ഡാർക്ക്നെസ്. വെളിച്ചത്തെ ഒരിക്കലും ഡാർക്ക്നെസ് കൊണ്ട് മൂടാൻ സാധിക്കില്ല. So these lines suggest that time has arrived to create a world where women's potentials can be shown. സ്ത്രീകളുടെ കഴിവുകളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് അറിയിക്കുകയാണ്. In the next lines she says that she is the woman who was traded in the name of her own chastity, and the man is ignorant. They are not knowing that she can walk on water while she was drowning. Here it refers to the marriage system and dowry. മാരേജ് മാർക്കറ്റിൽ സ്ത്രീകളെ ഡൗറി ഇത്ര തന്നാൽ ഞാൻ വാങ്ങാം എന്ന രീതിയിൽ സ്ത്രീകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ലേ, അതാണിവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഷീ ക്യാൻ വാക്ക് ഓൺ വാട്ടർ വെൻ ഷീ ഈസ് ഡ്രൗണിങ്. അതിൻ്റെ അർത്ഥം ഈവൻ ദോ ഷീ ഹാസ് എൻഡ്യൂർഡ് ഓൾ ദ പെയിൻ, എല്ലാ വേദന അവർ സഹിച്ചാലും ഇതിനൊക്കെ മറികടന്ന് അവർ മുന്നോട്ട് ജീവിക്കും, നല്ല രീതിയിൽ ജീവിക്കും എന്നൊരു ഹോപ്പ്, പ്രതീക്ഷ കൊടുക്കുകയാണ്. Then the poet discusses how parents treat their daughters.
എങ്ങനെയാണ് അവരുടെ പെൺകുട്ടികളെ അവർ കാണുന്നത്? ഒരു ബാധ്യതയായിട്ടാണ്. ദേ ട്രീറ്റ് ദെയർ ഡോട്ടേഴ്സ് ആസ് എ ബേർഡൻ. ആൻഡ് ആ ഒരു ബാധ്യത ഒഴിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി കല്യാണം മാത്രമാണ്. മാരേജ് ഈസ് ദ ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് ദെം. ആൻഡ് ദേ ഡു നോട്ട് നോ, അവർ ഫ്രീ ആയെന്ന് വിചാരിക്കുന്നു, പക്ഷേ അവരറിയുന്നില്ല that narrow-minded people who put women in chains are the actual prisoners of their own mind. അവരാണ് അവരുടെ മനസ്സിൻ്റെ പ്രിസണേഴ്സ്. ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ എന്താണ്, സ്ത്രീകളെ കൈദികളാക്കുന്നു, പക്ഷേ അവരുടെ മനസ്സിൻ്റെ ചിന്തയിൽ അവരാണ് ശരിക്കുള്ള പ്രിസണേഴ്സ്, സ്ത്രീകളല്ല എന്നാണ്. In the last stanza, woman is referred to as a commodity who is traded in the name of chastity, motherhood, loyalty in the marriage market or in the advertisement market. സ്ത്രീകളെ എന്താണ്, ഒരു ഓബ്ജക്റ്റായിട്ട്, ഒരു വസ്തു വിൽപ്പനയ്ക്ക് വെച്ച പോലെ അവസ്ഥയാണ്. എന്തിൻ്റെ പേരിലാണ് അവരെ വിൽപ്പന നടത്തുന്നത്? മാതൃത്വത്തിൻ്റെ പേരിൽ, ചാരിത്രത്തിൻ്റെ പേരിൽ, വിശ്വസ്തയുടെ പേരിൽ. Now she says, in the last ഇറ്റ് ഈസ് ദ ടൈം ടു ഫ്ലവർ ഫ്രീ. ഇനിയെങ്കിൽ അവർക്ക് ഈ കസ്റ്റംസ് ട്രഡീഷൻസൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള ഹേർഡിൽസ് മീൻസ് തടസ്സങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് അവർക്ക് ഫ്രീ ആയിട്ടൊന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ടൈമായി. നൗ ദ പോയറ്റ് ഈസ് സേയിങ് ഷീ ഈസ് കേപ്പബിൾ ടു ഫ്രീ വുമൻ ഫ്രം ഓൾ ദ ഷാക്കിൾസ്. ഷാക്കിൾസ് മീൻസ് ചെയിൻസ്. എല്ലാ ചെയിനിൽ നിന്നും ഫ്രീ ആയി സ്ത്രീകളിനി ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഷാക്കിൾസ് മീൻസ് ചെയിൻസ്. എല്ലാ ചങ്ങലകളും പൊട്ടിച്ച് അവൾ ഫ്രീ ആയിട്ട് നടക്കട്ടെ. The poem ends with the lines, "The woman on that poster, half naked, selling socks and shoes. No, no, I am not that woman." Through these lines, poet exposes the false nature of men. പുരുഷന്മാർ അവരുടെ ബിസിനസ്സിന് വേണ്ടി, അവരുടെ പ്രോഡക്ട്സിനെ സെയിൽ ചെയ്യാൻ വേണ്ടി മോഡൽസിനെ യൂസ് ചെയ്യുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ അവർ ജസ്റ്റ് ഒരു ചരക്ക് മാത്രമാണ്. ആ ഒരു രീതിയിലുള്ള ഇമേജിലൂടെ പോയറ്റിനെ കാണരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ "നോ നോ ഐ ആം നോട്ട് ദാറ്റ് വുമൺ" എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് ഈ ഒരു കവിത. So this poem gives a hope for freedom of women and it encourages to question the society and its norms. സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ അവകാശത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ നിയമങ്ങളെയും ചോദ്യം ചെയ്യാൻ ഈ ഒരു കവിത പ്രോത്സാഹിപ്പിക്കുന്നു. So this is the gist of the poem. I hope you understand. If you have any doubts, please do ask in the comment section. Thank you for listening.